വെൽക്കം ടു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഈഫും ഈഫ് എൽസിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ബ്രാഞ്ചിങ്ങിൽ തന്നെ വരുന്ന വേറെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് ഈഫ് എൽസ് അല്ലെങ്കിൽ എൽസീഫ് ലാഡർ രണ്ടുപേരും പറയും. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ എൽസീഫ് ലാഡറും സ്വിച്ച് കേസും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈഫ് എൽസിനെ പറ്റിയിട്ട് നോക്കാം. സാധാരണ നമുക്ക് മുന്നേ നമ്മൾ പഠിച്ച ഈഫ് വെച്ചിട്ടും ഈഫ് എൽസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, അതല്ല ഫോൾസ് ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അങ്ങനെയാണ്. അതായത് ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈഫ് എൽസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. സ്വിച്ച് വെച്ചിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എൽസീഫ് ലാഡർ അല്ലെങ്കിൽ ഈഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ഈഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, അവിടെ നമ്മൾ സെമിക്കോളൻ ഇടാൻ പാടില്ല. നമ്മൾ പ്രോഗ്രാമിലെ ബാക്കി വരികളൊക്കെ അതുപോലെ എഴുതിയിട്ട് എവിടെയാണ് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് അവിടെ ഈഫ് ബ്രാക്കറ്റിനകത്ത് ആ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കൊടുത്തു. ഇനി ആ കണ്ടീഷൻ എന്നുള്ളത് ബ്രാക്കറ്റിനകത്ത് ഇടണം, കണ്ടീഷൻ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നേ ഈഫൊക്കെ പഠിച്ച പോലെ തന്നെ എന്താണ് ബ്രേസ്, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇനി ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്താണോ നടക്കേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ എഴുതി കൊടുക്കുക. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവാം, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളാവാം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ബ്രേസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബ്രേസ് എന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒറ്റ ഈഫ് ബ്ലോക്ക് കഴിഞ്ഞു. ഈഫ് ബ്ലോക്ക് എങ്ങനെ എഴുതി? ഈഫ് ബ്രാക്കറ്റിനകത്ത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, എന്നിട്ട് അടുത്ത വരിയിൽ ബ്രേസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അത് ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ നടക്കേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടുമ്പോൾ അവിടെ സെമിക്കോളൻ വേണം. ഇനി അത് കഴിഞ്ഞ് അടുത്ത വരിയിൽ ബ്രേസ് ക്ലോസ് ചെയ്തു. ഇനിയാണ് നമ്മൾ എന്ത് എഴുതണത്? എൽസീഫ്. അടുത്ത കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് എഴുതുക? എൽസീഫ്. എൽസ് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് വേണം എൽസീഫ് ഇടാൻ വേണ്ടിയിട്ട്. എൽസ് സ്പേസ് ഈഫ്. പിന്നെ ബ്രാക്കറ്റിനകത്ത് അടുത്ത കണ്ടീഷൻ എഴുതി കൊടുത്തു, കണ്ടീഷൻ ഓർ ബൂളിയൻ എക്സ്പ്രഷൻ. ഇനി അത് ശരിയാവുകയാണെങ്കിൽ എന്താണോ നടക്കേണ്ടത് അതിനെ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രേസ് ഇട്ടിട്ട് എഴുതി കൊടുത്തു. ഓപ്പണിങ്ങും കേളിയും ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി കൊടുത്തു. ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ വെഡിങ് ബ്രേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഇതുവഴി നോക്കി. ഇനി നമുക്ക് ഇനിയും കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് എഴുതുക, എൽസീഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആ കണ്ടീഷൻ എഴുതുക, എന്നിട്ട് ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. അങ്ങനെ എക്സിട്ര എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും ഇനി എത്ര എൽസീഫ് വേണമെങ്കിലും നമുക്ക് അടിയിൽ എഴുതാം. ഇനി അത് എഴുതി കഴിഞ്ഞാൽ അവസാനം ഈ കണ്ടീഷനുകളൊന്നും ശരിയായിട്ടില്ലെങ്കിൽ എന്താണോ നടക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നുണ്ട്, ലാസ്റ്റ് ഒരു എൽസ് ബ്ലോക്ക് എഴുതുന്നുണ്ട്. എൽസിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല, കണ്ടീഷൻ എഴുതാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണെങ്കിൽ എന്താണോ നടക്കേണ്ടത് അതാണ് നമ്മൾ എൽസിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എൽസ് കഴിഞ്ഞ് ഇതുപോലെ ബ്രേസ് ഇട്ടു, എന്താണോ എൽസിൽ എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ അതവിടെ എഴുതി കൊടുത്തു, ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു എൽസീഫ് ലാഡറിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ റൂള് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം ഒരു ഈഫ് ബ്ലോക്ക് ഉണ്ടാവും. ഈഫ് ഒരു കണ്ടീഷൻ ബ്രാക്കറ്റിലിടുക, ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ അത് ശരിയാണെങ്കിൽ എന്താണോ നടക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തു. ഇനി എത്ര കണ്ടീഷൻ ഉണ്ടോ അതൊക്കെ എൽസീഫ് വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ തെറ്റാണെങ്കിൽ ഏതാണോ വർക്ക് ചെയ്യേണ്ടത് അതിനെ എൽസ് എന്നുള്ള പാർട്ടിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു. അപ്പം മെയിനായിട്ട് 3 ബ്ലോക്ക് ഉണ്ട് എന്ന് പറയാം. നമുക്ക് ആദ്യം ഒരു ഈഫ് ബ്ലോക്ക്, പിന്നെ എത്ര എൽസീഫ് ബ്ലോക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, പിന്നെ അവസാനം എന്താണ് ഒരു എൽസ് ബ്ലോക്ക്. എൽസ് കഴിഞ്ഞ് അടുത്ത വരിയിൽ ബ്രേസ് ഇട്ടിട്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക, ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഈഫ് എൽസിൻ്റെ സിൻടാക്സ്. ഇത് നിങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം എങ്ങനെയാണത് എഴുതേണ്ടതെന്നുള്ള റൂള്. ഈഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ, പിന്നെ ബ്രേസ് ഇട്ടിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുത്തു, പിന്നെ എൽസ് സ്പേസ് ഈഫ് എൽസീഫ്,
ബ്രാക്കറ്റിൽ അടുത്ത കണ്ടീഷൻ, ബ്രേസ് ഇട്ടിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ എക്സിട്ര എന്നുള്ളതാണ് ആ കുത്തൂത്തിട്ടുള്ളത്. എത്ര എൽസീഫ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം ഓരോ കണ്ടീഷനുകൾ വെച്ചിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു എൽസ് ബ്ലോക്ക് ഇട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു. ഇനി ഇതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. നമ്മൾ മുന്നേ ചെയ്ത പ്രോഗ്രാമിൽ ഈഫ് വെച്ചിട്ടുള്ള എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈഫ് എൽസ് വെച്ചിട്ടുള്ളതും. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതുകയാണ്, ഈഫ് എൽസ് ഈഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. ഒരു നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ സീറോ ആണോ, ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളിവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യണം, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള 2 കണ്ടീഷൻ. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് പറയാം അത് സീറോ ആയിരിക്കുന്നു. അപ്പോൾ 2 കണ്ടീഷൻ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കണ്ടീഷൻ എൽസിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൽസിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ സീറോ ആണോ എന്ന് നോക്കണമെങ്കിൽ ആ പ്രോഗ്രാം എഴുതുക നമ്മളെങ്ങനെയാണ്, ഏത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലൈൻ എന്താണ്, ആഷ് ഇൻക്ലൂഡ് ആംഗുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു, IOStream .h. ടർബോ സി ആയതുകൊണ്ടാണ് ഞാൻ IOStream .h എന്ന് എഴുതി. ജീനിയിൽ ചെയ്യുമ്പോൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ആഷ് ഇൻക്ലൂഡ് IOStream എന്ന് മാത്രം എഴുതിയാൽ മതി, .h വേണ്ട. ഇവിടെ ഞാൻ വിൻഡോസിൽ ടർബോ സിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. പിന്നെ അതിന് ശേഷം എന്തെഴുതുക, അടുത്ത വരിയിൽ ഇവിടെ എന്താവശ്യമില്ല, നമുക്ക് യൂസിങ് നെയിം സ്പേസ് STD എന്നുള്ളത് വേണ്ട, ലിനക്സിലല്ലാത്തതുകൊണ്ട്. അടുത്ത വരിയിൽ നമ്മൾ ഇൻറ്റ് സ്പേസ് മെയിൻ എഴുതി 2 ബ്രാക്കറ്റ് ഇട്ടു. അതായത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്, മെയിൻ ഫങ്ഷൻ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഇൻറ്റ് സ്പേസ് മെയിൻ 2 ബ്രാക്കറ്റ് ഇട്ട്, ഇനി അടുത്ത ബ്രേസ് മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ മെയിൻ ഫങ്ഷൻ എഴുതുമ്പോൾ എന്താണ്, അടുത്തത് ലൈനിൽ നമ്മൾ കേളി ബ്രേസ് ഇട്ടു, ലാസ്റ്റ് ഒരു ബ്രേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണ്ടൊരു ഈ പ്രോഗ്രാമിൽ, ഒരു നമ്പർ റീഡ് ചെയ്യണം, അതിനു മുമ്പ് ആ നമ്പറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഈ മെയിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഫസ്റ്റ് ലൈൻ, ബ്രേസ് ഇട്ട് എഴുതുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ഏത് വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വരിയാണ്. അപ്പോൾ ആദ്യത്തെ വരിയിൽ ഞാൻ ഇവിടെ ഒറ്റ വേരിയബിളെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, N1 എന്നുള്ള വേരിയബിൾ. അതെന്തിനാണ്, ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നമ്പറാണ് നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ സീറോ ആണോ നോക്കണം. അപ്പോൾ അത് നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചു. ഡാറ്റ ടൈപ്പൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ടൈപ്പാണ്, പോയിൻ്റ് വരാത്തത്. അപ്പോൾ ഇൻറ്റ് സ്പേസ് N1 സെമിക്കോളൻ എന്ന് കൊടുത്താൽ ആ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞാൽ അടുത്ത വരിയിൽ എന്ത് ചെയ്യണം, ഈ N1ക്ക് നമ്മൾ വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് CIN എന്നുള്ളത്. അപ്പോൾ എവിടെ CIN നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരു Cout എഴുതും. അപ്പോൾ എങ്ങനെ Coutൻ്റെ സിൻറ്റാക്സ്, Cout എന്തിനാണ്, ഒരു സംഭവം സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരാൻ. അപ്പോൾ എന്തിനാണ് ഇവിടെ Cout ചെയ്യാൻ കൊടുക്കുന്നത്, എന്താണ് ഇവിടെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് യൂസർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ Cout ലെസ് ദാൻ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു, എൻ്റർ ദ നമ്പർ /n. അപ്പോൾ ന്യൂ ലൈനിൽ വരും അടുത്ത വരി, എന്നിട്ട് കോഡ്സ് ക്ലോസ് ചെയ്തു സെമിക്കോളൻ. അപ്പോൾ എൻ്റർ ദ നമ്പർ എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളപ്പോൾ എന്ത് എഴുതി കൊടുക്കണം, റീഡ് ചെയ്യാനുള്ള വരി എഴുതി കൊടുക്കണം. റീഡ് ചെയ്യാൻ എന്താ എഴുതുക, CIN ഗ്രേറ്റർ ദാൻ ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ എന്താണ്, N1. അപ്പോൾ നമ്മളിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, അതെന്തൊക്കെ സ്റ്റോർ ചെയ്യും, N1ക്ക് സ്റ്റോർ ചെയ്യും. ഇനി ഈ N1ൻ്റെ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യണത്, പോസിറ്റീവാണോ നെഗറ്റീവാണോ സീറോ ആണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ LCF ലാഡർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതുക, ആദ്യം ഈഫ് ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം, N1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നുള്ള കണ്ടീഷൻ നോക്കി. ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഒരു വരി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ബ്രേസ് ഇട്ട് കൊടുത്തിട്ടില്ല. ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം, Cout ലെസ് ദാൻ കോഡ്സിൻ്റെ ഉള്ളിൽ ദ ഗിവൺ നമ്പർ ഈസ് പോസിറ്റീവ് എന്നുള്ളൊരു മെസ്സേജ് യൂസർക്ക് കൊടുത്തു. അതല്ലെങ്കിലോ എൽസ് ഇഫിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുക, എൽസ് സ്പേസ് if അടുത്ത കണ്ടീഷൻ എന്താണ്, N1 ലെസ് ദാൻ 0 ആണോ, പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അടുത്ത വരിയിൽ ശരിയാണെങ്കിൽ എന്താ നടക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ അടിയിൽ നമ്മൾ എഴുതി കൊടുത്തു, എന്താണ്, Cout ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്നുള്ളത്.
ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക അതൊരു 0 ആയിരിക്കും. പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും 0 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെഴുതി എൽസ് എന്ന് എഴുതിയിട്ട് ബ്രേസിൻ്റെ ഉള്ളിൽ എന്തെഴുതി കൊടുത്തു. ഒരു വരി ആയതുകൊണ്ട് ബ്രേസ് ഇട്ടിട്ടില്ല. എൽസ് എഴുതിയിട്ട് എന്തെഴുതി കൊടുത്തു, സി ഔട്ട് ദ നമ്പർ ഈസ് 0 എന്നുള്ള എഴുതി കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ 2 കണ്ടീഷൻ, പോസിറ്റീവ് ആണോ നോക്കി നെഗറ്റീവ് ആണോ നോക്കി. പോസിറ്റീവ് ആണോ നോക്കാൻ ഈഫ് ഉപയോഗിച്ച് കണ്ടീഷൻ എഴുതി. നെഗറ്റീവ് ആണോ നോക്കാൻ എൽസ് ഈഫ് എന്നിട്ട് ആ കണ്ടീഷൻ കൊടുത്തു. പോസിറ്റീവ് ആണോ നോക്കുക ആ നമ്പർ ഗ്രേറ്റർ ദാൻ 0 നോക്കുക. നെഗറ്റീവ് ആണോ നോക്കുക ആ നമ്പർ ലെസ് ദാൻ 0. ഇത് രണ്ടും അല്ലെങ്കിൽ എൽസിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി കൊടുത്തു എന്താണ്, നമ്പർ ഈ 0 ആണെന്നുള്ള എഴുതി കൊടുത്തു. ഇതായ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. പ്രിൻ്റ് ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു കേസാണ് ശരിയാവുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന നമ്പർ അനുസരിച്ച് അത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റ് മെയിൻ എഴുതിയോണ്ട് ഇവിടെ എന്ത് കൊടുത്തു, റിട്ടേൺ 0 എന്ന് കൊടുത്തു. സെമിക്കോളിട്ട് ബ്രേസ് ഇട്ടു. ഇനി ഞാനിവിടെ ഇൻറ്റ് മെയിൻ അല്ല വോയിഡ് മെയിൻ എന്നാണ് എഴുതിയുള്ളത് വെച്ചെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ 0 എന്നുള്ള ലൈനിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. എന്നിട്ട് ബ്രേസ് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മളൊരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റർ ദ നമ്പർ എന്നുള്ളത് പോലെ എഴുതി കാണിക്കും. അപ്പോൾ ഞാൻ -5 എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് മെസ്സേജ് കാണുന്നു, നമ്പർ ഈസ് നെഗറ്റീവ് എന്നുള്ള മെസ്സേജ് വന്നു. ഇനി നിങ്ങൾ എൻ്റർ ദ നമ്പർ എന്ന് വീണ്ടും റൺ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റർ ദ നമ്പർ എന്നുള്ളടത്ത് നിങ്ങൾ +5 എന്നാണ് കൊടുത്തു വെച്ചെങ്കിൽ എന്ത് വരും, നമ്പർ ഈസ് പോസിറ്റീവ് എന്നുള്ളത് എഴുതി കാണിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും വരിക, 0 എന്നുള്ള കേസ് എഴുതി പ്രിൻ്റ് ചെയ്യും. അടുത്താണ് സ്വിച്ച് കേസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 എണ്ണം പഠിച്ചു ബ്രാഞ്ചിങ്ങിലെ, ഈഫ്, ഈഫ് എൽസ്, എൽസ് ഈഫ് ലാഡർ. ഇനി അടുത്ത് 4ാമത്തെ ഒന്നാണ് സ്വിച്ച് കേസ്. ഈ സ്വിച്ച് കേസ് നമ്മൾ എന്തിനാണ്, ഒന്നിൽ കൂടുതൽ ചെക്കിങ്ങുകൾ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വിച്ച് കേസ് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ച് കേസിൻ്റെ വർക്കിംഗ് എങ്ങനെയാ വെച്ചെങ്കിൽ, ആദ്യം സ്വിച്ച് എന്ന് എഴുതിയതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ എഴുതി കൊടുക്കും. അതിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കും, ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കമ്പയർ ചെയ്യും. കുറേ സെറ്റ് ഓഫ് കേസ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കും. കേസ് 1, കേസ് 2 എന്ന് പറഞ്ഞിട്ട് കുറേ കേസ് വാല്യൂസ് എഴുതിയിട്ടുണ്ടാവും. അതുമായിട്ട് ഈ സ്വിച്ചിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്തും, സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയ എക്സ്പ്രഷൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്ത് വെക്കും. ഏത് ബ്ലോക്കാണോ ട്രൂ ആയിട്ട്, ഏത് കേസ് വാല്യൂ ആണോ ട്രൂ ആയി വരുന്നത്, അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യും, വർക്കാവും. എന്നിട്ട് ബ്രേക്ക് എന്നുള്ളത് നടന്നിട്ട് അതിന് സ്വിച്ചിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് കിടക്കും. പിന്നെ ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ആദ്യം ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വേരിയബിളിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂവിനെ ഡിഫറെൻറ്റ് കേസ് വാല്യൂസുമായി കമ്പയർ ചെയ്ത് നോക്കും. എവിടെയാണോ മാച്ചിങ് നടക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, റൺ ചെയ്യും. ഇനി ഒരു മാച്ചിങ്ങും നടക്കണില്ല, ഒറ്റ കേസ് വാല്യൂവുമായിട്ട് മാച്ച് ചെയ്യണില്ലെങ്കിൽ ഈ എൽസ് പോലെ അവസാനം ഒരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ബ്ലോക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ആ ഡീഫോൾട്ടിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ലൈനാണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും, അല്ലെങ്കിൽ സിൻടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലും എന്താ ചെയ്യണത്, മൾട്ടിപ്പിൾ ചെക്കിങ്ങുകളാണ് നടത്തുന്നത്. ഈഫിന് ഈഫൽസിനൊക്കെ ഒറ്റ കമ്പാരിസണേ വരുന്നുള്ളൂ. ഇവിടെ ഒരുപാട് കമ്പാരിസണാണ് വരുന്നത്. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് ഒരു സ്വിച്ച് കേസ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുക, അതിൻ്റെ റൂള് നമുക്ക് നോക്കാം. ആദ്യം സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലെങ്കിൽ വേരിയബിൾ എഴുതി. ഇനി അടുത്ത വരിയിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഒരു ബ്രേസ് ഇട്ടണം, കേളി ബ്രേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എഴുതണത് കേസ് എന്നുള്ള അതുപോലെ എഴുതുക. ഇനി വാല്യൂ 1, അവിടെയാണ് നിങ്ങൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ആ വാല്യൂവും ഈ കേസ് കഴിഞ്ഞ് എഴുതി കൊടുക്കുന്ന വാല്യൂ 1ഉമായിട്ട് കമ്പയർ ചെയ്യും, ഈക്വൽ ആണോന്ന്. അവിടെ മാച്ച് ആണെങ്കിൽ ഈ കേസ് വാല്യൂ കഴിഞ്ഞ് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടക്കും, എന്നിട്ട് ഇതിന്ന് ബ്രേക്ക് ആവും. അതല്ലെങ്കിൽ അടുത്ത ഇതുപോലെ ഇങ്ങനെ എത്ര കേസ് വാല്യൂ വേണമെങ്കിൽ നമുക്കിവിടെ എഴുതി കൊടുക്കാം. അവിടെ എൽസീഫ് കുറേ എഴുതി കൊടുക്കുന്ന പോലെ ഇവിടെ എന്താണ്, കേസ് വാല്യൂസ് ഇവിടെ കുറേ എണ്ണം എഴുതി കൊടുക്കുക. എന്നിട്ട് സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ആ എക്സ്പ്രഷൻ്റെ വാല്യൂവിനെ ഈ കേസ് വാല്യൂകൾ ഓരോന്നുമായിട്ട് നോക്കും. ഏതിനായിട്ടാണ് മാച്ചിങ് നടക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. എന്നിട്ട് പിന്നെ ഇതൊന്ന് സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് കിടക്കും. അപ്പോൾ അടുത്ത് എങ്ങനെ എഴുതുക, കേസ് വാല്യൂ 2
സ്റ്റേറ്റ്മെൻറ്റ് ടു ബ്രേക്ക് എന്ന് കൊടുത്തു. ഇങ്ങനെ എത്ര കേസ് ബ്ലോക്കുകൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. ഓരോ കേസ് ബ്ലോക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ സ്വിച്ചിൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എത്ര പല കണ്ടീഷൻ നോക്കണ പോലെ ഈ ഒരു ഇതിൻ്റെ വാല്യൂവിനെ നമ്മൾ പല വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എവിടെയാണോ മാച്ചിങ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്കാവും. ഇനി ഇതൊക്കെ എഴുതി കഴിഞ്ഞ് ഇതൊക്കെ തെറ്റായി ഒന്നും മാച്ചിങ് ആവണില്ലെങ്കിൽ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ എൽസി ഫ്ലേഡറിൽ പറഞ്ഞ പോലെ എൽസ് എന്ന് പറഞ്ഞില്ലേ, ഒന്നും മാച്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അതുപോലെ ഇവിടെ ലാസ്റ്റ് ഒരു ഡീഫോൾട്ട് എന്നുള്ളതാണ് എൽസിന് പകരം കൊടുക്കുന്നത്. ആ ഡീഫോൾട്ടിൻ്റെ ഉള്ളിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വർക്കാവുക. മുന്നത്തെ മറ്റ് കേസ് വാല്യൂ ബ്ലോക്കുകളൊന്നും മാച്ചായി വരുന്നില്ല, ഒന്നും വർക്കാവണില്ലെങ്കിൽ അവസാനം എന്താണ്? ഡീഫോൾട്ടിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വർക്ക് ചെയ്യുക. ഇതാണ് സ്വിച്ചിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ ഓർ വാരിയബിൾ, എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവിടെ കണ്ടെത്തി വയ്ക്കും. എന്നിട്ട് ബ്രേസ് ഇടും. ഇനി എന്ത് ചെയ്യുക? കേസ് എഴുതും. കേസ് എന്നുള്ള അതുപോലെ എഴുതുക. എന്നിട്ട് വാല്യൂ 1 എന്തിനായിട്ടാണ് കമ്പയർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ വാല്യൂ അവിടെ എഴുതി. വാല്യൂ 1 കോളൻ ഇടാൻ മറക്കരുത്. സെമി കോളൻ അല്ല, 2 കുത്ത് കോളൻ. പിന്നെ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്, ഈഫിൻ്റെ ഉള്ളിലൊക്കെ എഴുതി കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് ശരിയാണെങ്കിൽ എന്താണോ നടക്കേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് എന്ന് എഴുതുക. വീണ്ടും അടുത്ത കേസ് എഴുതുക. കേസ് വാല്യൂ 2 പിന്നെ കോളൻ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടു ബ്രേക്ക്, അങ്ങനെ എഴുതി എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. ഇതൊന്നും ശരിയല്ലെങ്കിൽ എന്താണോ നടക്കേണ്ടത്? ഡീഫോൾട്ട് എന്ന് എഴുതി കോളൻ ഇട്ടതിന് ശേഷം അതിൻ്റെ ഇത് എഴുതും, ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ലാസ്റ്റ് സ്വിച്ചിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് സ്വിച്ച് കേസിൻ്റെ സിൻറ്റാക്സ്. ഇതാദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു ഡിജിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വേർഡാക്കി പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1 എന്ന് കൊടുത്താൽ അതിൻ്റെ വേർഡ് എന്താണ്? ONE1 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ TWO എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം ടു പ്രിൻറ്റ് ഡിജിറ്റ്സ് ഇൻ വേർഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈൻ ഇത് ഞാൻ ജീനിയിലാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് IOStream എന്ന് എഴുതി. .h വേണ്ട. അടുത്ത വരി എന്താണ്? യൂസിങ് നെയിം സ്പേസ് STD സെമി കോളൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോന്നും ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ എന്താണ്? ഇൻറ്റ് സ്പേസ് മെയിൻ എഴുതി. മെയിൻ കഴിഞ്ഞ് 2 ബ്രാക്കറ്റ് ഇട്ട് പിന്നെ അടുത്ത വരിയിൽ ഒരു കേളി ബ്രേസ് ഇട്ടു. ഈ പ്രോഗ്രാമിലും എനിക്ക് ഒരു നമ്പറാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്, ഒരു ഡിജിറ്റാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എത്ര വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം? ഒരെണ്ണം. ഇൻറ്റ് സ്പേസ് ഞാൻ അതിന് കൊടുത്ത പേര് NO, നമ്പറിന് കൊടുത്ത പേര് എന്താണ്? NO എന്നുള്ളതാണ് വേരിയബിൾ. അപ്പോൾ ഇൻറ്റ് സ്പേസ് NO എന്നുള്ളത് ഞാൻ ഡിക്ലെയർ ചെയ്തു. സെമി കോളൻ ഇട്ടു. അടുത്ത വരിയിൽ ഞാൻ NOൻ്റെ വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനൊരു മെസ്സേജ് യൂസർക്ക് കൊടുക്കാൻ, എന്താണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജ് യൂസർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ cout കൊടുത്തു. cout ലെസ് ദാൻ എൻ്റർ എനി നമ്പർ <4. ഞാൻ 4 വരെ ഉള്ളതാണ് ഇവിടെ നോക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റർ എനി നമ്പർ <4 എന്നുള്ളത് കൊടുത്തു. അടുത്ത വരിയിൽ എന്ത് ചെയ്തു? ആ നമ്പർ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയുള്ള സീൻ ഗ്രേറ്റർ ദാൻ NO എന്നുള്ളത് കൊടുത്തു. എന്തുകൊണ്ടാണ് NO എന്ന് പറയാൻ? ഇവിടെ ഒറ്റ വേരിയബിളായി ഞാൻ ഉപയോഗിക്കുന്നത് NO എന്നുള്ള വേരിയബിൾ, നമ്പർ എന്നുള്ളത്. ഇനി എന്തിൻ്റെ വാല്യൂവിനെയാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്? സ്വിച്ചിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കേണ്ട എന്തിൻ്റെ വാല്യൂവിനെയാണ്? സ്വിച്ച് ബ്രാക്കറ്റിൽ NOൻ്റെ വാല്യൂവിനെയാണ് ഞാൻ 1 ആണോ 2 ആണോ 3 ആണോ എന്നാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ വേരിയബിൾ അത് സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തു. സ്വിച്ച് ബ്രാക്കറ്റിൽ NO. ഇനി അടുത്ത വരിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് കേസ് ബ്ലോക്കുകൾ ഓരോന്നായിട്ട് എഴുതി കൊടുക്കുക. ആദ്യം കേസ് 1 ആണോ നോക്കാൻ വേണ്ടി കേസ് 1 എഴുതി. കോളൻ 1 ആണെങ്കിൽ എന്താണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഞാൻ കൊടുത്ത നമ്പർ 1 ആണെങ്കിൽ എനിക്ക് എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? cout ലെസ് ദാൻ ONE1 എന്നുള്ള വേർഡായിട്ട് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ബ്രേക്ക് ചെയ്യുക. അതാണെങ്കിൽ പിന്നെ അടുത്തൊന്നും നടക്കണ്ട. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കേസ് 2 ആണോ നോക്കണം. 2 ആണെങ്കിൽ എന്തൊക്കെ പ്രിൻറ്റ് ചെയ്യേണ്ടത്? cout ലെസ് ദാൻ TWO എന്നുള്ള പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി അതും അല്ലെങ്കിൽ എനിക്ക് എന്താണ്? 3 ആണോ നോക്കണം. അപ്പോൾ കേസ് 3 എന്നുള്ള എഴുതി കോളൻ ഇട്ട് അടുത്ത വരിയിൽ എന്തെഴുതി? cout 3 എന്നുള്ളത് ഞാൻ വേർഡ്സിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കോഡ്സ് ഇട്ട് കൊടുത്തു. ബ്രേക്ക് ചെയ്തു.
ഇനി ഇതും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 3 വരെ നോക്കി, 3 അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യണം, അതൊരു ഇൻവാലിഡ് നമ്പറാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡീഫോൾട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തു, ഡീഫോൾട്ട് എന്നുള്ളതിൽ എന്ത് കൊടുത്തു, സി ഔട്ട് ഇൻവാലിഡ്. വേറെ ഏത് നമ്പർ എൻ്റർ ചെയ്താലും എന്ത് കാണിക്കും, ഇൻവാലിഡ്. എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി ആദ്യം ഞാൻ എന്ത് ചെയ്തു, സ്വിച്ചിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു, പിന്നെ റിട്ടേൺ 0 എഴുതി, പിന്നെ മെയിൻ്റെ ബ്രേസും ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യം 1 2 3 3 കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വേർഡാക്കി കാണിക്കും. പിന്നെ ഏത് നമ്പർ കൊടുത്താലും എന്താണ്, ഇൻവാലിഡ് എന്നുള്ള എൻട്രി കാണിക്കും. അപ്പോൾ സിൻടാക്സ് മെയിനായിട്ട് നിങ്ങൾ നോക്കുക. സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് എന്തിനെയാണോ കമ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ വേരിയബിൾ നെയിം എഴുതുക, അല്ലെങ്കിൽ എക്സ്പ്രഷൻ എഴുതുക. എന്നിട്ട് ബ്രേസ് ഇട്ടിട്ട് കേസ് എന്ന് എഴുതിയിട്ട് എന്തേറ്റുമാണോ കമ്പയർ ചെയ്യണം ആ വാല്യൂസ് ഇങ്ങനെ എഴുതി പോവുക. ഇവിടെ ഡിജിറ്റ് ആയതുകൊണ്ട്, നമ്പർ ആയതുകൊണ്ട് അതിനെ കോഡ്സ് ഇടണ്ട. നേരെ വെച്ച് നിങ്ങളൊരു ക്യാരക്ടറിനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ സിംഗിൾ കോഡ്സിൽ വേണം ഇടാം. അത് നമുക്ക് വവലാണോ അല്ലേ എന്നുള്ള പ്രോഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പറയാം. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക എങ്ങനെയാണ്, എൻ്റർ എനി നമ്പർ ലെസ് ദാൻ 4 എന്നുള്ള എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ 3 എന്നുള്ളത് കൊടുത്തപ്പോൾ ആ 3നെ എന്താക്കി കാണിച്ചു, വേർഡാക്കി പ്രിൻ്റ് ചെയ്തു. ഈ സ്വിച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊരു പ്രോഗ്രാം കൂടി നോക്കാം. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്തു, ഒരു ആൽഫബറ്റ് എൻ്റർ ചെയ്തു, അതിനെ വവ്വലാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. വവ്വൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ നോക്കുക, എ ആണോ ഇ ആണോ ഐ ഒ യു, ഈ ഇതിലേതെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെന്താ പറയാം, വവ്വലാന്ന് പറയാം. അതല്ലെങ്കിൽ അതിനെന്തെന്ന് പറയാം, നമ്മൾ കൺസോണൻ്റ് ആണെന്നാണ് പറയുക. അപ്പോൾ ഒരു ആൽഫബറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വവ്വലാണോ അല്ലേ എന്നുള്ളത് നോക്കാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതും ഞാൻ ജീനിയിലായതുകൊണ്ട് ആദ്യത്തെ വരി ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, പിന്നെ യൂസിങ് നെയിം സ്പേസ് STD കൊടുത്തു, പിന്നെ ഇൻറ്റ് സ്പേസ് മെയിൻ 2 ബ്രാക്കറ്റ്, പിന്നെ കേളി ബ്രേസ് ഇട്ട് കൊടുത്തു. ഇനി ഇവിടേക്ക് എന്താണ് റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര വേരിയബിൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യണം, ഒറ്റ വേരിയബിൾ. ആ വേരിയബിളിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്യുക ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇൻ്റല്ല ഡിക്ലെയർ ചെയ്യേണ്ടത്, എന്താണ്, കെയർ എന്നുള്ള ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെയർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കെയർ CH എന്നുള്ളത് കൊടുത്തു. കെയർ CH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ക്യാരക്ടറാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഡിക്ലെയർ ചെയ്തു. അടുത്ത വരിയിൽ എനിക്ക് ആൽഫബറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യണതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് കൊടുത്തു, സി ഔട്ട് ലെസ് ദാൻ എൻ്റർ എനി ആൽഫബറ്റ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇതിനെ റീഡ് ചെയ്യണം. അപ്പോൾ സീൻ ഗ്രേറ്റർ ദാൻ CH എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തത്. CH എന്ന് കൊടുക്കാൻ കാരണം ചോയ്സ് എന്നുള്ള രീതിയിൽ ഏത് ആൽഫബറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ CH അല്ലെങ്കിൽ ചോയ്സ് എന്നുള്ള പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടത്, CH എന്ന് കൊടുത്തു. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇനി കേസ് വാല്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കേസ് കഴിഞ്ഞിട്ട് എഴുതേണ്ട എന്താണ്, എ ആണോ നോക്കും. കേസ് കഴിഞ്ഞിട്ട് സ്മോൾ എ ആണോ നോക്കും. ആ എ എന്നുള്ള കോഡ്സ് ഇട്ടിട്ട് വേണം എഴുതാം. നേരത്തെ പ്രോഗ്രാമിൽ നമ്മൾ 1 2 3 എന്നുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് അവിടെ കോഡ്സ് ഇടണ്ട. പക്ഷെ ക്യാരക്ടറാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളെ നമ്മൾ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂസിനെ നിങ്ങൾ സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് എഴുതുക. കേസ് സ്പേസ് ഇട്ടിട്ട് സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എ എന്ന് കൊടുത്തു, കോളൻ. ഇനി എ ആണെങ്കിൽ എന്ത് കാണിക്കണം, അടുത്ത വരിയിൽ സി ഔട്ട് പിന്നെ ഈ ക്യാരക്ടറിന് അതുപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്തു, എ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. ഈസ് എ വവൽ എന്നുള്ള പ്രിൻ്റ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തു. ഇതുപോലെ ഓരോന്നും എഴുതുക. കേസ് എ കഴിഞ്ഞാൽ അടുത്ത AEIOU ആണ് വവൽ. അപ്പോൾ ഇ ആണോ നോക്കി, സ്മോൾ ഇ ആണോ നോക്കി. അപ്പോൾ കേസ് സ്മോൾ ഇ എന്നുള്ള കോഴ്സിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. ആണെങ്കിൽ എന്ത് കാണിച്ചു, സി ഔട്ട് CH ഇസ് എ വവൽ എന്നുള്ളത് കാണിച്ചു. അതായത് ഇ ഇസ് എ വവൽ എന്നുള്ള പ്രിൻ്റ് ചെയ്തു വന്നു. ബ്രേക്ക്. ഇങ്ങനെ ഓരോന്നും ഐയുടെ ഓയുടെ യുടെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെയും നമ്മളിവിടെ കൊടുത്തു. കേസ് ക്യാപിറ്റൽ A ആണെങ്കിൽ എന്ത് ചെയ്തു, വവലാന്ന് കാണിച്ചു. കേസ് ക്യാപിറ്റൽ E ആണെങ്കിൽ എന്താണ്, വവല കാണിച്ചു. അങ്ങനെ ഏതുവരെ, ക്യാപിറ്റൽ U വരെ നോക്കി. ഇനി ഇതൊന്നുമല്ല, AEIOU സ്മോളും അല്ല ക്യാപിറ്റലും അല്ല, നിങ്ങൾ എൻ്റർ ചെയ്ത് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത ക്യാരക്ടർ ഒരു കൺസോണൻ്റ് ആണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഡീഫോൾട്ടിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ട് എന്ന് എഴുതി ഒരു കോളൻ ഇട്ടതിൻ്റെ അടിയിൽ നമ്മൾ എഴുതി കൊടുത്തു എന്ത്, സി ഔട്ട് CH ഇത് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കൺസോണൻ്റ് എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തു.
എന്നിട്ട് ബ്രേക്ക്, സ്വിച്ചിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു, റിട്ടേൺ 0, മെയിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആൽഫബറ്റ് വവ്വലാണോ അല്ലേ എന്നുള്ള നോക്കാനുള്ള പ്രോഗ്രാം. ഇതിന് നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ എഴുതാം. കാരണം ഈ AEIOU ഇത് ഓരോന്നും ചെക്ക് ചെയ്യണത് ഒറ്റ വരിയിൽ എഴുതിയിട്ട് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം സംഭവമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇത് വവ്വലാണെന്നുള്ളത്. അപ്പോൾ അതിനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്നും കൂടി എളുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. അതും ഞാൻ പക്ഷേ ശരിയായ രീതി എന്താണ്, ഇങ്ങനെ നമ്മൾ ഓരോ കേസ് ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ എഴുതി അത് ശരിയാണെങ്കിൽ എന്താണോ നടക്കേണ്ടത് അതിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുക. അതാണ് ശരിയായ രീതി. ഇതിനൊന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതന്നെ സെയിം പ്രോഗ്രാം തന്നെയാണ് ഒന്നും കൂടി എഡിറ്റ് ചെയ്തത്. ഒരു ക്യാരക്ടർ നിങ്ങൾ ആൽഫബറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു, അത് വവ്വലാണോ അല്ലേ നോക്കാനുള്ള പ്രോഗ്രാം. അപ്പോൾ ആദ്യത്തെ വരികളൊക്കെ സെയിം ആണ്. ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ, പിന്നെ ബ്രേസ് ഇട്ടു, CH അതെന്താണ് ഒരു വേരിയബിൾ CH എന്നുള്ളതിനെ ഏത് ടൈപ്പാണ്, ക്യാരക്ടർ ടൈപ്പ് ആയതുകൊണ്ട് അതിനെ ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്ത ഇതിൽ ഞാൻ Cout എൻ്റർ എനി ആൽഫബറ്റ് എന്ന് കൊടുത്തു. ഒരു മെസ്സേജ് വന്നു, ഒരു ആൽഫബറ്റ് എൻ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞ് അടുത്ത വരി എന്തായിരിക്കണം, സീൻ ഗ്രേറ്റർ ദാൻ ആൽഫബറ്റിൻ്റെ പേര് ഇവിടെ എന്താണ്, CH എന്നുള്ളതാണ് ഞാൻ കൊടുത്തുള്ള വേരിയബിൾ. അപ്പോൾ സീൻ CH എന്ന് കൊടുത്തു. പിന്നെ സ്വിച്ച് ബ്രാക്കറ്റിൽ CH എന്ന് എഴുതി, ബ്രേസ് ഇട്ടു. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ ഓരോന്നും ഇങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ കേസ് A എന്നുള്ള സിംഗിൾ കോട്ട്സിൽ കോളൻ, കേസ് E കോളൻ, കേസ് I കോളൻ, കേസ് O കോളൻ, കേസ് U കോളൻ അങ്ങനെ എഴുതി പോയിട്ട് കേസ് ക്യാപിറ്റൽ A കോളൻ ഒക്കെ സിംഗിൾ കോട്ട്സിൽ വേണം, കേസ് ക്യാപിറ്റൽ E കോളൻ അങ്ങനെ U വരെ എഴുതി പോയിട്ട് ഇതൊക്കെ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അടുത്ത വരിയിൽ എഴുതുക. Cout CH എന്നുള്ള അതുപോലെ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ആംഗുലർ ബ്രാക്കറ്റ് ഇട്ട് ഈസ് എ വവ്വൽ എന്നുള്ള പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു, ബ്രേക്ക് എന്ന് കൊടുത്തു. അപ്പോൾ അത്രയും സാധനങ്ങൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം. പിന്നെ അതിനുശേഷം ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഡീഫോൾട്ടിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള Cout ഇറ്റ് ഈസ് എ കൺസോണൻറ്റ്, CH ഈസ് എ കൺസോണൻറ്റ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. എന്നിട്ട് ബ്രേക്ക്, റിട്ടേൺ 0. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക, എൻ്റർ എനി ആൽഫബറ്റ് എന്നുള്ളത് എന്ത് ചെയ്തു, മെസ്സേജ് കാണിച്ചു. അപ്പോൾ ഞാനിവിടെ ക്യാപിറ്റൽ E എന്ന് കൊടുത്തു, E ഈസ് എ വവ്വൽ എന്നുള്ളത് കാണിച്ചു.